പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, വാത്സല്യമുള്ള എൻ്റെ പ്രിയ കുട്ടികളെ, എല്ലാവരെയും ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും വചനദീപ്തി പ്രോഗ്രാമിലേക്ക് സന്തോഷപൂർവ്വം ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. വചനദീപ്തി ഈ പ്രോഗ്രാം ഇന്ന് വളരെയധികം പേര് കാണുന്നുണ്ട്. കാരണം വചനമാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. വചനത്തിലാണ് തമ്പുരാനുള്ളത്. വചനം മാംസമായി തീർന്നവനാണ് നമ്മുടെ കർത്താവ്. സ്നേഹമുള്ളവരെ, സങ്കീർത്തനകൻ പറയുന്നുണ്ട്, അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. പാതയിൽ പ്രകാശവുമായി കടന്നു വരുന്ന ഈശോ തരുന്ന തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് തമ്പുരാൻ്റെ മുമ്പിൽ സ്വസ്ഥമായി കുറച്ച് നേരം ഇരിക്കാം. തീർച്ചയായിട്ടും തമ്പുരാൻ കൃപകൾ നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു. പ്രാർത്ഥനയിലാണ് എല്ലാം മാറി മറിയുന്നത്. തമ്പുരാനോടുള്ള സ്നേഹം, തമ്പുരാന് നമ്മോടുള്ള സ്നേഹം എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുകയാണ്. സ്വർഗം നമുക്ക് പ്രതിഫലം നൽകുന്നു. സ്വർഗത്തിലെ ദൈവം നമുക്ക് വിജയം നൽകുന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുവാനാണ് നാം കൂടുതൽ സമയം ജീവിതത്തിൽ ചെലവഴിക്കേണ്ടത്. പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കാരണം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയോടൊന്നിച്ച് കർത്താവിൻ്റെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൈവഭക്തർ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കും. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. കാരണം പ്രാർത്ഥിക്കുന്ന വ്യക്തിയോടൊന്നിച്ച് തമ്പുരാൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ പ്രാർത്ഥനയുടെ ശക്തി എനിക്ക് തിരിച്ചറിയാൻ സാധിച്ച ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഞാൻ അഹമ്മദാബാദിലായിരിക്കുമ്പോൾ അവിടുത്തെ ഇടവക വികാരിയുമായിട്ട് വളരെ അടുപ്പത്തിലായിരുന്നു. സേവ്യർ എന്നാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛൻ ഒരു ദിവസം വൈകുന്നേരം എനിക്ക് ഫോൺ ചെയ്തു. അച്ഛൻ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ 5 മണിക്ക് മുമ്പായിട്ട് ഇവിടേക്ക് കാറുമായിട്ട് വരണം. എനിക്ക് എയർപോർട്ടിൽ പോകണം. എനിക്ക് എൻ്റെ വീട്ടിൽ പോയി അമ്മയെ കാണണം. എൻ്റെ അമ്മ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, മരിക്കുവാൻ കിടക്കുകയാണ്. ഞാൻ ഒരേ ഒരു മകനാണ്. അതുകൊണ്ട് രാവിലത്തെ ഫ്ലൈറ്റിന് അഹമ്മദാബാദിൽ നിന്ന് ബോംബെക്ക് പോയി ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ വരണം, എന്നിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകുവാൻ. ഫ്ലൈറ്റിൻ്റെ സമയം 7 മണിയാണ്. എന്നോട് പറഞ്ഞു 5 മണിക്ക്. ഞാൻ പറഞ്ഞു അവിടുന്ന് ഒരു അരമണിക്കൂർ, ഒരു 40 മിനിറ്റ് ദൂരമേ ഉള്ളൂ അവിടെ നിന്ന്, സബർമതിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക്. അപ്പോൾ സമ്മതിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ കൃത്യസമയത്തിന് മുമ്പായി, അച്ഛൻ പറഞ്ഞ സമയത്തിന് മുമ്പായിട്ട് തന്നെ അവിടെ ചെന്നു. അച്ഛനവിടെ ഞാൻ ചെന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 15 മിനിറ്റ് പ്രാർത്ഥിച്ച കഴിഞ്ഞപ്പോൾ അച്ഛനെ അവിടെ ഓർപ്പിച്ചു, അച്ഛാ
ടിക്കറ്റൊക്കെ റെഡിയാണോ എന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ടിക്കറ്റിന് കുഴപ്പമില്ല, ഇപ്പോൾ തന്നെ കൊണ്ടുവരും ടിക്കറ്റ്, ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിലെ ദിവസവും വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്, അവൻ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. സന്തോഷമായി. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ 5:30 ടിക്കറ്റ് വരുന്നില്ല, അവൻ കൊണ്ടുവരുന്നില്ല. അച്ഛനോട്, അച്ഛൻ എന്ത് പറ്റിയ? അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, നമുക്ക് ഈശോയോട് വീണ്ടും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന പിന്നെയും പ്രാർത്ഥിക്കുക അച്ഛൻ. അങ്ങനെ പ്രാർത്ഥിച്ച് സമയം 5:45, 6 മണിയായി. 6 മണിയായി കഴിഞ്ഞപ്പോൾ അച്ഛനെ ഞാൻ വിളിച്ചു. അച്ഛനെ വിളിച്ചു, അച്ഛ 6 മണിയായി സമയം, അവനെന്ന് വിളിച്ച് ചോദിക്കൂ, എന്താണ് സംഭവിച്ചത്, എന്താണ് വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞു. എന്ന് അച്ഛൻ പറഞ്ഞു, എന്നാൽ വിളിക്കാം. വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ എന്നാലും അച്ഛൻ വിഷമിക്കുന്നില്ല. അച്ഛൻ പറയുന്നു, ദൈവം പ്രവർത്തിക്കും, പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം പ്രവർത്തിക്കും. എന്നിട്ട് അച്ഛൻ പിന്നെയും പ്രാർത്ഥിക്കുകയായിരുന്നു. മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ആകെ ടെൻഷനായിട്ടിരിക്കുക. കാരണം സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ഒരു 6:15 ഓടി വരുന്നത് ഈ വ്യക്തി. മോട്ടോർ സൈക്കിളിന് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ചോ, ഞാൻ തലേദിവസം വൈകിയാണ് കിടന്നത്, അതുകൊണ്ട് എഴുന്നേക്കാൻ വൈകിപ്പോയി, അതുകൊണ്ട് അച്ഛൻ അത് ടിക്കറ്റ് പിടിച്ചോ, അച്ഛൻ പോയിക്കോ. പോക്കറ്റിൽ കൈയിട്ടു ടിക്കറ്റ് എടുക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ അറിയുന്നത് ഇട്ട ഷർട്ട് മാറിപ്പോയി. വേറെ ഷർട്ടിലാണ് ടിക്കറ്റ് വെച്ചിരുന്നത് തലേദിവസം രാത്രി. അപ്പോൾ ഇട്ടുകൊണ്ട് വന്ന ഷർട്ടിൽ ടിക്കറ്റും ഇല്ല. സമയം പിന്നെയും 6:45 അടുത്തായി. അപ്പോൾ പോകുന്ന വഴിക്കാണ് അദ്ദേഹത്തിൻ്റെ വീട്. അച്ഛൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോകാം. പിന്നെയും അവൻ്റെ വീട്ടിലേക്ക് പോയി ടിക്കറ്റൊക്കെ വാങ്ങിച്ചു. ടിക്കറ്റ് വാങ്ങിച്ച് പിന്നെയും പോവുകയാണ്. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട്. അഹമ്മദാബാദിൽ ഇത്രയും വലിയ പകൽ സമയം, ഒരു ഇരുട്ടുള്ള സമയം കണ്ടിട്ടില്ല. കാരണം ഇരുട്ടെന്ന് പറഞ്ഞാൽ മഴയ്ക്കുള്ള ഇരുട്ട്, മേഘങ്ങൾ മൂടിക്കൊണ്ട് അവിടെയൊക്കെ ഇരുട്ട് വ്യാപിച്ചിരിക്കുക. ഇടിവെട്ട്, ഇടിമിന്നൽ, വലിയൊരു മഴ പെയ്യുക, ശക്തമായ മഴ. അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛ, എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാറ് എടുക്കാൻ. അച്ഛൻ പറഞ്ഞു, പതുക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, ഹെഡ്ലൈറ്റ് ഇട്ട് മുന്നോട്ട്. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പതുക്കെ ഹെഡ്ലൈറ്റ് ഇട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ പ്രാർത്ഥനയിൽ തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോയി എയർപോർട്ടിൽ ചെന്നപ്പോൾ സമയം 7:30. 7 ഫ്ലൈറ്റ് പുറപ്പെടും. ശരിക്കും ഫ്ലൈറ്റിൽ പോകുന്നതിന് അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മളവിടെ ചെന്നിരിക്കണം. സമയം 7:30. അപ്പോൾ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാകുമെന്ന ഇതാണ് ഞാൻ ഉണ്ടായിരുന്നത്, എനിക്ക് ധാരണ. സെക്യൂരിറ്റിയോട് ചോദിച്ചു, എന്താണ് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റ് പോയോ എന്ന് ചോദിച്ചപ്പോൾ ആ സെക്യൂരിറ്റി പറഞ്ഞു, ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റോ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു അത് പോയി കഴിഞ്ഞെന്ന്. അത് പോകാൻ വേണ്ടി അനൗൺസ് ചെയ്ത് റെഡിയായിരുന്നതാണ്. അപ്പോഴാണ് ഒരു വലിയ മഴ വന്നത്, ഇടിമിന്നൽ, ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ വന്നത്. അപ്പോൾ അത് നിർത്തിയിട്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ ഫ്ലൈറ്റ് പോവുകയുള്ളൂ. സ്നേഹമുള്ളവരെ, അതെ, പ്രാർത്ഥനയുടെ ശക്തി. അച്ഛൻ ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, ഓക്കെ, ബോംബെയിൽ ചെന്നു, ബോംബെയിൽ നിന്ന് ചെന്നൈയിലേക്ക് എങ്ങനെ? അപ്പം അച്ഛൻ പറഞ്ഞു, ഇതുവരെ നടത്തിത്തരാവുന്ന ദൈവത്തിന് അത് നടത്തിത്തരാൻ സാധിക്കും. ഈ ഫ്ലൈറ്റ് ബോംബെയിൽ ചെന്നു. ഇതിനകത്ത് ഒത്തിരി പേരുണ്ട്, അഹമ്മദാബാദിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകേണ്ടവർ. അപ്പോൾ ആ ഫ്ലൈറ്റ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബോംബെയിൽ. ഇത് ചെന്നതിന് ശേഷം മാത്രമാണ് ചെന്നൈയിലേക്കുള്ള ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് പോയത്. അപ്പോൾ അച്ഛന് സുഖമായിട്ട് ആ ഫ്ലൈറ്റിൽ കയറി ചെന്നൈയിലേക്ക് അച്ഛൻ യാത്ര പുറപ്പെട്ടു. എന്നിട്ട് അവിടെ ചെന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു, ദൈവം എല്ലാം കൃത്യമായി നടത്തി, അമ്മയെ കാണുവാനും അമ്മയെ പരിചരിക്കുവാനും കഴിഞ്ഞു എന്ന് എല്ലാം പറഞ്ഞു. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ ശക്തി വളരെ വലുതാണ്. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുമ്പോൾ എന്ന വ്യക്തി തീർച്ചയായിട്ടും അത് ഒരിക്കലും ആ വലിയ നിധി ഒരിക്കലും കളയുകയില്ല. ആ പ്രാർത്ഥനാവരം ആണ് നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്.
പ്രാർത്ഥനയ്ക്ക് നമുക്ക് വിരസത അനുഭവപ്പെടുമ്പോൾ, ഉത്സാഹമില്ലായ്മ അനുഭവപ്പെടുമ്പോൾ ഈശോയുടെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ എല്ലാ അത്ഭുതങ്ങളും ചെയ്യുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈശോ ചെയ്യുന്ന എല്ലാ അത്ഭുതങ്ങളുടെയും പിന്നിൽ ഈശോയുടെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഈശോനോട് ചോദിക്കുന്നത്, അപേക്ഷിക്കുന്നത്, ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണേ എന്ന്. സ്നേഹമുള്ളവരെ, പ്രാർത്ഥനാവരം നമുക്ക് ലഭിച്ചാൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അടഞ്ഞ വാതിലുകളൊക്കെ തുറന്ന് സ്വർഗത്തിൻ്റെ വിജയം നമുക്ക് നൽകും, കൃപകൾ നമുക്ക് വർഷിക്കും നമ്മിൽ. അതിനാൽ പ്രാർത്ഥനയുടെ ശക്തി അപാരമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് 5 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. അത് ഒരു സ്നേഹിതൻ്റെ അടുത്ത് മറ്റൊരു സ്നേഹിതൻ കടന്നു വന്നിരിക്കുക. അർദ്ധരാത്രി സമയമോ. കടന്നു വന്നിട്ട് ആ സ്നേഹിതൻ പറയുകയാണ്, എനിക്ക് 3 അപ്പം കടം തരണം. കാരണം എൻ്റെ വീട്ടിൽ മറ്റൊരു സുഹൃത്ത് വന്നിരിക്കുക, ഒരു കൂട്ടുകാരൻ വന്നിരിക്കുക. ആ കൂട്ടുകാരന് ഈ രാത്രിയിൽ കൊടുക്കാനായിട്ട് വിശന്നാ വന്നിരിക്കുന്നത്, ഒന്നുമില്ല. അതുകൊണ്ട് നീ എനിക്ക് ഒരു 3 അപ്പം കടം തരണം, ഇപ്പം തരണം, അവന് കൊടുക്കാനാ എന്നാണ് ഇവൻ പറയുന്നത്. നമുക്കറിയാമല്ലോ, ഇത് ഒരു മധ്യസ്ഥ പ്രാർത്ഥന തന്നെയാണ്. സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, മറ്റൊരുത്തൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ സ്നേഹിതൻ ഇവിടെ വന്ന് അപേക്ഷിക്കുന്നത്. എങ്ങനെയെങ്കിലും അപ്പം തരണമെന്ന് പറഞ്ഞ് രാത്രിയിൽ കടന്നു വരുന്നത്, അവൻ്റെ വയറ് നിറയ്ക്കാനായിട്ട്. ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രസക്തിയും ഈശോ ഇതിൽ ചൂണ്ടിക്കാണിക്കുക. സ്നേഹമുള്ളവരെ, അങ്ങനെ അവനോട് ചോദിച്ചപ്പോൾ അവൻ്റെ കയ്യിൽ അപ്പമില്ല, ഈ സ്നേഹിതൻ്റെ കയ്യിൽ. അവൻ പറഞ്ഞു, അപ്പമുള്ള ഒരു ഇടമുണ്ട്, മറ്റൊരു സ്നേഹിതനുണ്ട്, അവൻ്റെ അടുത്ത് പോയാൽ അപ്പം കിട്ടും. അങ്ങനെ ഇവനെ ഇവിടെ നിർത്തിക്കൊണ്ട് ഈ സ്നേഹിതൻ അർദ്ധരാത്രി അവൻ്റെ വീട്ടിലേക്ക് ഉടനെ ചെന്നു. അർദ്ധരാത്രിയിൽ അവൻ്റെ വീട് കണ്ടെത്തണമെങ്കിൽ ആ വീടുമായിട്ട് നല്ല പരിചയമുണ്ടാകണം, അവനായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. അപ്പോൾ ഉള്ള ആ വ്യക്തിയുമായിട്ട്, ആ സ്നേഹിതനായിട്ട് ബന്ധം ഉണ്ടാകണം. സ്നേഹമുള്ളവർ, ഈശോ ഇവിടെ നമ്മളെ മനസ്സിലാക്കി തരുന്നത്, അതെ, ഈശോയാകുന്ന ആ സ്നേഹനിധിയുമായിട്ട്, കരുണാസാഗരവുമായിട്ട് നമുക്ക് നിരന്തരം ബന്ധമുണ്ടാകണം. പ്രാർത്ഥനയിലൂടെ നമ്മളെപ്പോഴും പാലം പണിതുകൊണ്ടേയിരിക്കണം. ഈശോയായിട്ട് നാം ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്ന് ഈശോ വിവക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഏത് അർദ്ധരാത്രിയിലും കടന്നു പോകാനായിട്ട് സാധിക്കുക, അത് അവകാശത്തോടെ ചോദിക്കാൻ സാധിക്കുക. നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോയായിട്ട് പ്രാർത്ഥനയുമായി നമുക്ക് ബന്ധമുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അവൻ ചെന്ന് ചോദിക്കുകയാണ്, എനിക്ക് 3 അപ്പം കടം തരിക എന്ന് ചോദിച്ചപ്പോൾ ആ സ്നേഹിതന് ഉടനെ എടുത്തു കൊടുക്കുന്നില്ല. അവൻ പറഞ്ഞു, വാതിലടച്ചു കഴിഞ്ഞു, എൻ്റെ കുഞ്ഞു കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് കിടക്കയിൽ, ഇനി എഴുന്നേറ്റ് തരാനായിട്ട് എനിക്ക് സാധിക്കില്ല. എന്നാൽ ഈ വന്ന സ്നേഹിതൻ അതെ പിന്തിരിഞ്ഞു പോകാൻ ഒരുക്കമല്ലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും വാതിൽ മുട്ടുകയാണ്. അവൻ്റെ നിർബന്ധ നിമിത്തം, വചനം പറയുകയാണ്, അവൻ്റെ നിർബന്ധ നിമിത്തം ഈ സ്നേഹിതൻ എഴുന്നേറ്റ് നിന്ന് അവൻ ആവശ്യമുള്ള അപ്പം എടുത്തു കൊടുത്തു. സ്നേഹമുള്ളവരെ, നാം മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ്. നമ്മൾ ഈശോയോട് പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഒന്നും ഉത്തരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടേണ്ടവരല്ല, നമ്മൾ പ്രത്യാശ നഷ്ടപ്പെടേണ്ടവരല്ല. നമ്മളൊക്കെ നമ്മുടെ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ട് എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. ദൈവത്തെ അന്വേഷിക്കുന്നതിനും അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും ദൈവം ഇടയാക്കിയാണ് പ്രാർത്ഥനയിലൂടെ. അതിനാൽ സ്നേഹമുള്ളവരെ, നാം തിരിച്ചറിയുക, ഈശോൻ്റെ അടുത്ത് ഒരു തവണ മുട്ടിയിട്ട് കിട്ടിയില്ലെങ്കിൽ 2 തവണ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ നിരന്തരം മുട്ടിക്കൊണ്ടേയിരിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 49 മുതൽ 50 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ കണ്ണുകളിൽ നിന്ന് അവിരാമം കണ്ണുനീർ പ്രവഹിക്കും. സ്വർഗത്തിൽ നിന്ന് അങ്ങ് നോക്കി കാണുന്നത് വരെ ആ കണ്ണുനീർ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും, ഉത്തരം ലഭിക്കുന്നത് വരെ. പ്രിയമുള്ളവരെ, അതിനാൽ ഈശോ പ്രവർത്തിക്കും. നമ്മൾ ഈശോയുടെ അടുത്ത് നമ്മുടെ ആവശ്യങ്ങൾ
പറഞ്ഞ് നിലവിളിക്കുമ്പോൾ ഈശോ നമുക്ക് ചെയ്തു തരും. നാം വായിക്കുന്നുണ്ട് സങ്കീർത്തനം 145 വായിക്കുന്നുണ്ട്. ഇപ്രകാരമാണ് വായിക്കുന്നത്. 3 നാം വായിക്കുന്നുണ്ട്, ഹൃദയപരമാർത്ഥയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. സങ്കീർത്തനം 147 വായിക്കുന്നുണ്ട്, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മനസ്സിൻ്റെ മുറിവുകൾ വെച്ചു കെട്ടുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ഈശോ പ്രവർത്തിക്കുന്ന ദൈവം വീണ്ടും വീണ്ടും ഈശോയോട് നമ്മൾ മുട്ടിക്കൊണ്ടിരിക്കുക. നിർബന്ധ നിമിത്തം എഴുന്നേറ്റ് വന്ന് അപ്പം കൊടുത്തതുപോലെ ഈശോ നമുക്കും തരും. ഈശോ ആ വ്യക്തിയെപ്പോലെയല്ല, നമ്മൾ മറ്റു രീതിയിൽ മനസ്സിലാക്കരുത്. ആ സ്നേഹിതനെ പോലെയല്ല യേശു. യേശു നമുക്ക് വേണ്ടി എപ്പോഴും ഉണർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നമുക്ക് തരാൻ സന്നദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകാം. നമ്മിൽ നിന്ന് യേശു ആഗ്രഹിക്കുന്ന ചില സൽപ്രവൃത്തികൾ, നമ്മിൽ വരേണ്ട ചില മാറ്റങ്ങൾ, ഇതൊക്കെ ഈ പ്രാർത്ഥനയിലൂടെ യേശു നമ്മെ രൂപാന്തരപ്പെടുത്തി യേശു എടുക്കുകയാണ്. വീണ്ടും വീണ്ടും നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നതിലൂടെ യേശു ചെയ്യുന്ന കാര്യം, നമ്മെ ഒരു പുതിയ മനുഷ്യരാക്കിയേ സ്വർഗത്തിന് പ്രിയപ്പെട്ടവരാക്കി നമ്മയൊക്കെ മാറ്റുകയാണ് യേശു ചെയ്യുന്നത്. അതുകൊണ്ട് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ഓരോരോ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണർന്നു വയ്ക്കും. ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ എളിമയിലൂടെ കണ്ണുനീരിലൂടെ ഈശോയോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ നമ്മിലൊക്കെ ഓരോരോ രൂപാന്തരങ്ങൾ സംഭവിക്കും. നമ്മുടെ ദുശീലങ്ങളൊക്കെ മാറിപ്പോകും, നമ്മുടെ പാപകരമായ അവസ്ഥകളൊക്കെ മാറിപ്പോകും, നമ്മൾ വിശുദ്ധരാക്കപ്പെടും, വിശുദ്ധിയിൽ ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. സ്നേഹമുള്ളവരെ, അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ഓരോ കാര്യങ്ങൾക്ക്. ഈശോ ജർമ്മയ്യ 29:11 പറയുന്നുണ്ട്, അത് ഈശോൻ്റെ എല്ലാം ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ്. നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി അവിടുന്ന് കാത്തിരിക്കുന്നത്. ജർമ്മയ്യ 33:3 പറയുന്നുണ്ട്, എന്നെ വിളിക്കുക, ഇതാ ഞാൻ ഇന്ന് നിങ്ങൾക്ക് മറുപടി നൽകും. നിങ്ങളുടെ ബുദ്ധിക്ക് അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. അതെ, നമ്മൾ വിളിക്കേണ്ട നമ്പർ 33 നമ്മൾ പലർക്കും ചിലപ്പോൾ വിളിച്ചാൽ, അത്യാവശ്യങ്ങളൊക്കെ വിളിച്ചാൽ പലർക്കും എൻഗേജ്ഡ് ആയിരിക്കുകയാണെങ്കിൽ കിട്ടില്ല. അവർക്കറിയാം നമ്മുടെ പൈസയാണ് ചോദിക്കണമെന്ന് പറഞ്ഞെങ്കിൽ പലരും എടുക്കത്തില്ല. നമുക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ പലരും അത് ഒഴിവഴികളൊക്കെ പറയും. എന്നാൽ ഇവിടെ ഒരു ഒഴിവ് കഴിവുമില്ല. 333 നമ്പർ, അതെ, ജർമ്മയ്യ 33:3, എന്നെ വിളിക്കുക, ഞാൻ ഉത്തരം നൽകും. എന്ത് കാര്യത്തിന് വേണമെങ്കിലും വിളിച്ചോ, ഏത് സമയത്ത് വേണമെങ്കിലും വിളിച്ചോ. എപ്പോൾ വിളിച്ചാലും ഉത്തരം തരാനായിട്ട് കർത്താവ് സന്നദ്ധനായിട്ടിരിക്കുക. നാം വിളിച്ചുകൊണ്ടേയിരിക്കണം. കണ്ണുനീർ അവിരാമം പ്രവഹിക്കട്ടെ. സിയോൻ പുത്രി, നിൻ്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കട്ടെ. നമ്മുടെ കർത്താവ് അത് നോക്കി കാണുന്നവരെ നീ നിർത്തരുത്. കർത്താവ് നിൻ്റെ വിലാപസ്വരം കേട്ട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നാം ഒരു കാനാൻകാരി സ്ത്രീയെ നാം കാണുന്നില്ലേ? ആ സ്ത്രീയെ, വിജാതീയ സ്ത്രീയാണ്. ഈശോ സീദോൻ ടയർ എന്നീ പ്രദേശത്ത് വന്നപ്പോൾ ഈശോ അവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവൾ ഓടി വരിക, ഉത്സാഹത്തോടെ അവൾ വരിക. ഈശോയ്ക്ക് എൻ്റെ മകളെ രക്ഷിക്കാൻ കഴിയും. അവളുടെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. എൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് ഈശോയ്ക്ക് സാധിക്കും. ഈശോ വന്നിട്ടുണ്ട്. അവൾ ഓടി ചെല്ലുകയാണ്. ഈശോൻ്റെ മുമ്പിൽ അവൾ കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്നാൽ ഈശോ അവളെ തിരിഞ്ഞു നോക്കിയില്ല. നാം വായിക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കിയില്ല. ഇത് ആദ്യത്തെ ഹാർഡിൽസ്. അവൾക്ക് ഒരു തടസ്സം യേശു കൊടുക്കുകയാണ്. ഈശോ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, അവൾ കുറേ കരഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ടല്ലോ, അവളെ പറഞ്ഞയച്ചാലും. അപ്പോൾ ഈശോ പറയുന്നത്,
ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയും ബ്ലോക്ക് വയ്ക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും കർത്താവിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് ഈശോയുടെ മുമ്പിൽ പറയുകയാണ്, ഈശോയെ എന്നെ ഒന്ന് സഹായിച്ചാലും. സാഷ്ടാംഗം വീണ് അവൾ അപേക്ഷിക്കുക. അപ്പോൾ ഈശോ പറയുന്നത് കുറച്ചും കൂടി കഠിനമായ പദമാണ്. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല. അവൾ അവിടെയും വിട്ടുപോകാൻ തയ്യാറായില്ല. സ്നേഹമുള്ളവരെ, അവളുടെ വിശ്വാസവും അവളുടെ എളിമയും നമ്മൾ കാണുകയാണ്. അവൾ വീണ്ടും കർത്താവിൻ്റെ അടുത്ത് സമീപിച്ചുകൊണ്ട് പറയുകയാണ്, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ, നുറുക്കുകൾ തിന്ന് ജീവിക്കുന്നുണ്ടല്ലോ. ഈ വാക്കുകൾ യേശുവിനെ ഒരുപാട് സ്വാധീനിച്ചു. സ്നേഹമുള്ളവരെ, നാം വായിക്കുന്നുണ്ട്, യേശു പറഞ്ഞു, സ്ത്രീയേ, നിൻ്റെ വിശ്വാസം വളരെ വലുതാണ്. യേശു അവളെ അവിടെ പറഞ്ഞു, സമാധാനമായി പോകുക. പോകുന്ന വഴിക്ക് അവളുടെ മകൾ സൗഖ്യപ്പെട്ടു. സ്നേഹമുള്ളവരെ, അതെ, നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആ ഉത്തരം ലഭിക്കുന്നത് വരെ ഈശോയോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമുണ്ട്, എല്ലാറ്റിനും ഉത്തരമുണ്ട്. അതുകൊണ്ടല്ലേ യേശു പറഞ്ഞത്, മുട്ടുവിൻ തുറക്കപ്പെടും, യാചിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും. എന്നാൽ ഈശോ അതുകൊണ്ട് ഏറ്റവും നന്നായി നാം പ്രാർത്ഥിക്കേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് കൂടി യേശു പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നാം വീണ്ടും 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 നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കും. ക്ഷമിക്കാൻ സാധിക്കും, സഹിക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്താൻ സാധിക്കും. എല്ലാം നമ്മൾ ഏത് വഴിക്ക് നടക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അതുകൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വീണ്ടും 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 എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ. ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, ദുഷ്ടരായ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നോട് നിലവിളിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഞാൻ എത്രയധികമായിട്ടാണ് വർഷിക്കുക. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകാൻ ഈശോരുക്കും പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ഈശോനോട് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ആത്മാവിനെ നിങ്ങൾക്ക് നൽകും എന്നരുളി ചെയ്ത യേശു പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ ഈശോ പൂർത്തീകരിക്കും. ദൈവം നമ്മുടെ പാദങ്ങളെ വേണ്ട രീതിയിൽ നയിക്കും. ഈശോ നടന്ന പോലെ നടക്കാൻ നമുക്ക് നടക്കാൻ സാധിക്കും. നമ്മൾ അവസാനം സ്വർഗരാജ്യത്തിനും ഏറ്റവും പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയുക. നമ്മൾ വീണ്ടും വീണ്ടും ഈശോയോട് പ്രാർത്ഥിക്കുക. നിരാശപ്പെടാതെ പ്രത്യാശയോടെ ഈശോയോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ യേശു പ്രത്യക്ഷപ്പെടുക തന്നെ ചെയ്യും. യേശു പ്രവർത്തിക്കുക തന്നെ ചെയ്യും. പുലരിയിൽ അവൻ വരും തീർച്ചയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ കിട്ടുന്ന സമയങ്ങളെല്ലാം ഇരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. ഈശോ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.